ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, സാഗിങ്, ഡാർക്ക് സ്പോട്ട് ഇങ്ങനെ 50കൾക്ക് ശേഷം മുഖത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഒരു ഓയിലുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഓയിലാണ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബൊട്ടോക്സ് എന്ന് തന്നെ നമുക്കിതിനെ പറയാമേ. അതായത് അത്ഭുതകരമായ മാറ്റം നമ്മുടെ മുഖത്ത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഓയിലാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഓയിൽ ഏതാണെന്നല്ലേ? അതാണ് നമ്മുടെ കാസ്റ്റർ ഓയിൽ, അതായത് ആവണക്കെണ്ണ. നമ്മുടെ പ്രായത്തോട് പോരാടാനും അതുപോലെ തന്നെ വളരെയേറെ ബെനിഫിഷ്യലും ആയിട്ടുള്ള ഒരു ആന്റി ഏജിങ് സീക്രട്ട് ഓയിൽ എന്ന് തന്നെ നമുക്ക് ഈ കാസ്റ്റർ ഓയിലിനെ അല്ലെങ്കിൽ ആവണക്കെണ്ണയെ നമുക്ക് പറയാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസും, സാഗിങ്ങും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് എല്ലാം റേഡിയൻ്റ് ആക്കാനും യൂത്ത്ഫുൾ ആക്കി നമ്മുടെ ഫേസിനെ, അതായത് സ്കിന്നിനെ നിലനിർത്താനും സഹായിക്കുന്ന നമ്മുടെ കാസ്റ്റർ ഓയിലിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു 7-8 ഫേസ് പാക്ക് ഉണ്ട് നമ്മുടെ കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനായാലും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ഫേസ് പാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ പറയുന്ന ഫേസ് പാക്ക് എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ ഏത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. സ്കിപ്പ് ചെയ്ത് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കിത് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് ഏതാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ വെറും ഒരു കുപ്പി കാസ്റ്റർ ഓയിൽ മാത്രം നമ്മുടെ കയ്യിൽ മതി. നമുക്ക് ഏത് തരത്തിലുള്ള ഫേസ് പാക്കും ഉണ്ടാക്കി നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാനും അതുപോലെ തന്നെ റിങ്കിൾസ് മാറ്റാനും സാഗിങ്ങിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് കുറയ്ക്കാനും സഹായിക്കുന്ന ഫേസ് പാക്ക് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചില ആൾക്കാർക്കൊക്കെ മടിയായിരിക്കുമല്ലോ ഇതുപോലത്തെ ഫേസ് പാക്കുകൾ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ അധികം സമയം എടുക്കും. അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാൻ വയ്യ. നമ്മുടെ ഫേസ് പാക്ക് മാത്രമല്ല, നമ്മുടെ ഹെയർ പാക്ക് ആയാലും ഹെയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു അവസ്ഥയാണ് കേട്ടോ. ചില ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാൻ മനസ്സില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് ഇതൊക്കെ നമ്മൾ മെനക്കെട്ടാൽ മാത്രമേ നമുക്കിതിന് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവരുടെ സ്കിന്ന്, അതായത് ഫേസ് നല്ല ബ്രൈറ്റ് ആവണം, നല്ല തിളങ്ങി ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ അവർക്ക് മെനക്കെടാൻ വയ്യ. അതാണ് ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ളവർക്കും സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് ആൻറ്റി ഏജിങ് ഫേസ് പാക്കുകളാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കാസ്റ്റർ ഓയിലും അതായത് ആവണക്കെണ്ണയും അതിനോടൊപ്പം വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഈ സമയമില്ലാത്ത ആൾക്കാർക്ക്, അതായത് മെനക്കെടാൻ പറ്റാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യമായിട്ട് കണ്ണാടിയിൽ നോക്കാൻ പോലും നിങ്ങളുടെ മുഖത്തെ നമ്മൾ നോക്കുമ്പോൾ മടുപ്പ് തോന്നിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ മുഖത്ത് നല്ല ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കാസ്റ്റർ ഓയിൽ. അതുപോലെ തന്നെ ഇതിലെ നമ്മുടെ കാസ്റ്റർ ഓയിലിലെ ആന്റി ഓക്സിഡന്റ് ഫ്രീ റാഡിക്കലിനെ നശിപ്പിച്ച് കൊളാജന്റെ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യേ. അതുപോലെ തന്നെ നിങ്ങളുടെ വരണ്ടതും എണ്ണമയമില്ലാത്തതുമായ ചർമ്മത്തിന് ആഴത്തിൽ പോയി മോയിസ്ചർ ലോക്ക് ചെയ്യാനും ഈ കാസ്റ്റർ ഓയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് സ്പോട്ടിനെയൊക്കെ മാറ്റി അൺഈവൻ ആയിട്ടുള്ള സ്കിന്നിനെ ഈവൻ ടോണാക്കി മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് നമുക്ക് ഈ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനും ഒരുപോലെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓയിലാണ്. പക്ഷെ അധികം ആൾക്കാർക്കും ഈ മുടിയുടെ കാര്യത്തിൽ മാത്രമേ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കുന്നു എന്ന് അറിയാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആവാനും ആൻറ്റി ഏജിങ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനുമായിട്ടും നമുക്ക് ഈ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യത്തെ നമുക്ക് സമയം ഒട്ടുമില്ലാത്തവരും ബുദ്ധിമുട്ടാൻ മനസ്സില്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റർ ഓയിലും അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഫേസ് പാക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാവേ. അതായത് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക, അതിലേക്ക് നമ്മുടെ 2 വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു 20-25 മിനിറ്റ് ആകുമ്പം കഴുകി കളയാം കേട്ടോ.
വളരെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് നമ്മുടെ കിടക്കുന്ന സമയമാണ്. അതായത് കിടക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്കിത് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സ്കിൻ, അതായത് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുതേ. പിറ്റേ ദിവസം നമ്മളിത് കഴുകി കളഞ്ഞിട്ട് നമ്മുടെ കണ്ണാടിയിലൊന്ന് നോക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം നമുക്ക് അപ്പോഴേ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുവേ. ഈ ആവണക്ക എണ്ണ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് സ്കിന്നിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെയും പശ പോലെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം. പക്ഷേ ഇതിൽ കിട്ടുന്ന റിസൾട്ട് കാരണം, അതായത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കാരണം നമ്മൾ ഈ സ്റ്റിക്കി ആയിട്ടുള്ള, അതായത് ഈ ഒട്ടിപ്പിടിക്കുന്ന അവസ്ഥയൊക്കെ നമ്മളത് മറന്നു പോകും. അത്രയ്ക്ക് നല്ലൊരു ഫേസ് പാക്കാണ് ഇത്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ, അതായത് ഫേസിലെ സ്കിന്നെല്ലാം നല്ല രീതിയിൽ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സാഗിങ്, റിങ്കിൾസ്, ഡാർക്ക് സ്പോട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ ഫേസും കഴുത്തും വേറെ കളറിലിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ അത് നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആയാലും അതുപോലെ തന്നെ കാസ്റ്റർ ഓയിൽ ആയാലും നമുക്ക് സിമ്പിളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത രണ്ടാമത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ അലോവേര റിപ്പയർ ഫേസ് പാക്കാണ്. അതായത് നമ്മുടെ സ്കിന്ന് വളരെ നല്ല രീതിയിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഈ പറയുന്നത്. അതായത് അലോവേര ചേർത്തിട്ടുള്ളത്. ഡാമേജ്ഡ് ആയ സ്കിന്നിന് മാത്രമല്ല, നമ്മുടെ റിങ്കിൾസും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടും സാഗിങ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഈ ഫേസ് പാക്ക് സഹായിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 2 ടീസ്പൂൺ അലോവേര ജെല്ലെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കാസ്റ്റർ ഓയിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അലോവേര അതുപോലെ തന്നെ നമ്മുടെ കാസ്റ്റർ ഓയിലും കൂടെ മിക്സ് ചെയ്യുമ്പം ഒരു ക്രീമി ടെക്സ്ചറിൽ, ഒരു വെള്ള കളറിൽ ക്രീമി ആയിട്ട് നമുക്ക് ലഭിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 ദിവസം ആഴ്ചയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് ചെറിയൊരളവിൽ കൂടുതൽ നമ്മൾ തയ്യാറാക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് 3-4 ദിവസം ഇത് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റിയൊരു സാധനം ആയതുകൊണ്ട് അതുപോലെ ശ്രദ്ധിക്കുക. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ വീട്ടിലുള്ള അലോവേര എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് പുറത്തുനിന്ന് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഏതെങ്കിലും നല്ല ബ്രാൻഡായിട്ടുള്ള ഒരു അലോവേര ജെല്ല് തന്നെ നമ്മൾ പറഞ്ഞ് മേടിക്കുക. അതാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് ഈ പറഞ്ഞതും കേട്ടോ. ഇതും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫേസ് പാക്കിന് 2 ഉണ്ട് കേട്ടോ ഗുണം. അതായത് ഐലാഷസ് ഒക്കെ കുറവുള്ള ആൾക്കാർക്ക്, അല്ല എങ്കിൽ ചിലപ്പം കൊഴിഞ്ഞു തുടങ്ങിയ ആൾക്കാർക്ക് ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ഇയർ ബഡ്സിൽ ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് നമ്മളുടെ ഐലാഷസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഇത് നല്ല രീതിയിൽ ഐലാഷസ് വളരാനും അതുപോലെ തന്നെ ഐലാഷസ് കൊഴിഞ്ഞു പോകുന്നത് തടയാൻ ഹെൽപ്പ് ചെയ്യുക ഈ ഒരു പാക്ക്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കും നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹണി ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇതും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അതായത് ഈ മെനോപോസ് ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് ആർത്തവിരാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് സാഗ് ചെയ്തിരിക്കുന്ന, അതായത് ചുക്കി ചുളിഞ്ഞ് തൂങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്നൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഈ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഹണിയും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ കഴുത്തിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള റിസൾട്ട് നമുക്കിതിൽ കിട്ടുവേ. അപ്പോൾ നമുക്കറിയാം വയസ്സാകും തോറും നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഈ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ വളരെയധികം നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫൈൻ ലൈൻസും അതുപോലെ തന്നെ റിങ്കിൾസും ഡാർക്ക് സ്പോട്ട് എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഹണിയും കാസ്റ്റർ ഓയിലും ഉള്ള ഒരു ഫേസ് പാക്ക് നിങ്ങളെ സഹായിക്കുകയെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 ആൻറ്റി ഏജിങ് ഫേസ് പാക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ, അതായത് അലോവേര ആയാലും നമ്മുടെ കയ്യിലുണ്ട്, കാസ്റ്റർ ഓയിൽ ആയാലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹണി ആയാലും കിട്ടുന്നതാണ്, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ആയാലും നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഫേസിനെ നമ്മൾ നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അതായത് ആൻറ്റി ഏജിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഫേസ് പാക്കാണ് ഈ 3 എണ്ണവും പറഞ്ഞത് കേട്ടോ. ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു കാര്യം, നമ്മൾ ഫേസ് പാക്ക് ആയാലും ഹെയർ പാക്ക് ആയാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു 100-ൽ 95% റിസൾട്ട് കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു ദിവസം നിങ്ങൾ ചെയ്തിട്ട് പിന്നെ അത് അടുത്ത ആഴ്ച
ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ അടുത്ത ആഴ്ചയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് നമുക്കിത് റിസൾട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തുടർച്ചയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ആൻറ്റി ഏജിങ് കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാസ്റ്റർ ഓയിൽ വെച്ചിട്ടുള്ള കുറച്ച് ഫേസ് പാക്കും കൂടെയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലാദ്യത്തെ നമ്മുടെ ലെമൺ ജ്യൂസ്, അതായത് നാരങ്ങയുടെ നീര് വെച്ചുകൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് 1 ടീസ്പൂൺ നമ്മുടെ കാസ്റ്റർ ഓയിൽ എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ നമ്മുടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു ടീസ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട്, അതായത് നമ്മളൊരു ക്രീമി പരുവത്തിൽ തന്നെ കിട്ടും കേട്ടോ. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ, 3/4 മണിക്കൂർ പോകേണ്ട, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ തൈരും ലെമണും ആണ് കേട്ടോ. ഇത് രണ്ടും നിങ്ങൾ എവിടെ നോക്കി സെർച്ച് ചെയ്താലും നല്ല റിസൾട്ടാണ് തരുന്നത്. അതായത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ഐറ്റംസാണ് ഈ തൈരും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും. അപ്പോൾ ഇതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണേ. അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇതും നമ്മൾ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന, നമ്മൾ ഇങ്ങനെ ഈ പറയാൻ പോകുന്ന രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിലും ആ മഞ്ഞൾപ്പൊടി മാത്രമായിട്ടും മഞ്ഞ മാത്രമായിട്ടും നമ്മുടെ സ്കിൻ, അതായത് സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും സൗന്ദര്യം കൂടാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റർ ഓയിലും കൂടെ നമ്മുടെ മഞ്ഞൾപ്പൊടിയിലേക്ക്, അല്ല എങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കേട്ടോ. ഒരു സ്പൂൺ എടുക്കുക. അതിലേക്ക് 1 സ്പൂണ് നമ്മളുടെ കാസ്റ്റർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട്, ക്ഷമിക്കുക, ഞാൻ 1 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി എന്നാണ് പറഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഏറ്റവും നല്ലത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കസ്തൂരി മഞ്ഞൾ ഇല്ല എങ്കിൽ നമ്മുടെ സാധാരണ മഞ്ഞൾപ്പൊടി ആയാലും മതി. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്ത ഫേസിലേക്കാണ് ഇതും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ എല്ലാം മാറി നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആൻഡ് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടും ഈ ഫേസ് പാക്ക് സഹായിക്കുകയെ. ഇനി അടുത്ത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് പറയുന്നത്. അതായത് പപ്പായ ഉപയോഗിച്ചിട്ടുള്ളൊരു ഫേസ് പാക്ക്. കുറച്ച് പപ്പായ കട്ട് ചെയ്തെടുക്കുക. അതിന് നല്ലവണ്ണം മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് അതിൽ നിന്ന് 2 ടീസ്പൂണ് പപ്പായയുടെ ആ മിക്സ് എടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇതും നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്കും അതുപോലെ തന്നെ നെക്കിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാവുന്നതാണ്. ഇതും നമുക്ക് നമ്മുടെ സ്കിന്നും മുഖവും എല്ലാം നല്ല ബ്രൈറ്റ് ആയിരിക്കാനും അതുപോലെ തന്നെ സാഗിങ് ഒക്കെ കൺട്രോൾ ചെയ്യാനും റിങ്കിൾസ് എല്ലാം കൺട്രോൾ ചെയ്യാനെല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ബോഡി ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് കയ്യിലോ കാലിലോ നമ്മുടെ സൂര്യപ്രകാശം എവിടെ ഏൽക്കുന്നോ അവിടെ ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ എല്ലാം മാറ്റി നല്ല ഈവൻ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കുകയും. ഇനി അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആന്റി ഏജിങ്ങിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബനാനയാണ്. ഒരു പകുതി ബനാന മതി. നമ്മുടെ പഴം നല്ലവണ്ണം കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതിന് ശേഷം അതിൽ നിന്ന് 2 ടീസ്പൂൺ നമ്മുടെ മിക്സ് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കാസ്റ്റർ ഓയിലും അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഹണിയും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതും നമുക്ക് മുഖത്തും അതുപോലെ തന്നെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഏൽക്കുന്ന നമ്മുടെ കയ്യിലും കാലിലും എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇതും നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിന്നിനെ നല്ല ഈവൻ ടോണാക്കി നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുവേ. ഇനി അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്, ഇത് അധികം ആരും പറയുന്നത് കേട്ടിട്ടില്ല കേട്ടോ, കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1 ടീസ്പൂൺ കടലമാവിലേക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നമ്മുടെ കോക്കനട്ട് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലും ബോഡി ഫുള്ളായിട്ട് വേണമെങ്കിലും ഇടാം, അല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൺലൈറ്റ് ഏൽക്കുന്ന ഏത് ഭാഗത്തും നിങ്ങൾക്ക് ഇടാം. ഇതും നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഈവൻ ടോണാക്കി നിലനിർത്താനും നല്ല ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ടും സാഗിങ് ഒക്കെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മുടെ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് അളവിൽ കൂടുതൽ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. തണുത്തതിന് ശേഷം മാത്രം എടുത്ത് ഉപയോഗിക്കാം. ഇനി അടുത്ത ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഇതും നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. എഗ് വൈറ്റ് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക്.
അപ്പോൾ എഗ്ഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ആൻറ്റി ഏജിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ എഗ് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ എഗ് വൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഒരു മുട്ടയുടെ എഗ് വൈറ്റ് എടുക്കുക, അതിലേക്ക് 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ തന്നെ പതഞ്ഞ് വരും കേട്ടോ. അത് നിങ്ങൾക്കറിയാം, നമ്മുടെ മുട്ട നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല പതഞ്ഞ് വരത്തില്ലേ, അതുപോലെ തന്നെ ഇതും പതഞ്ഞ് വരും. ഇത് നമുക്ക് നല്ലവണ്ണം ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫേസിലേക്കും അതുപോലെ തന്നെ നെക്കിലും കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ. ഇതും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു റിസൾട്ട് തരുന്നതാണ് കേട്ടോ. പക്ഷേ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഫേസ് പാക്കാണേ. ഇനി അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അതായത് ക്യാരറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റനിങ്ങിനെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ക്യാരറ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് എടുക്കുക. നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ എന്തായാലും വീട്ടിൽ ഒരു ക്യാരറ്റ് കാണും. അതിൽ നിന്ന് ഒരു ക്യാരറ്റ് എടുക്കുക. ആ ക്യാരറ്റ് നമ്മൾ ബോയിൽ ചെയ്യണം കേട്ടോ. ആദ്യം ബോയിൽ ചെയ്തതിന് ശേഷം അത് നമുക്ക് മിക്സിയുടെ ജാറിലാക്കി നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതായത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നല്ലവണ്ണം നല്ല ഫൈനായിട്ട് അരിഞ്ഞ ആ പേസ്റ്റ് ചെയ്യുന്ന ഒരു 2 സ്പൂണ് പേസ്റ്റ് എടുക്കുക. അതായത് ക്യാരറ്റിൻ്റെ പേസ്റ്റ് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കടലമാവ് ആഡ് ചെയ്യുക. അതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ കാസ്റ്റർ ഓയിലും കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇതും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫേസിലും അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ നെക്കിലും ഇട്ടതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഇതും നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനും അൺഈവനായിട്ടുള്ള സ്കിന്നിനെ ഈവനാക്കി നിലനിർത്താനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് കൺട്രോൾ ചെയ്യാനും ആൻറ്റി ഏജിങ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും കൺട്രോൾ ചെയ്യാനും സാഗിങ്, റിങ്കിൾസ്, ഡാർക്ക് സ്പോട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പൊക്കെ ഇല്ലേ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കുക. ഇതും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണേ. ഇനി അടുത്തൊരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ അവഗാഡോ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതും നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ 2 സ്പൂണ് അവഗാഡോ എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ഓട്സും കൂടെ ആഡ് ചെയ്യുക. ഓട്സ് എന്ന് പറയുന്നത് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള ഒരു ഓട്സ് ആയിരിക്കണം കേട്ടോ. അതിന് 1 ടീസ്പൂൺ അത് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കാസ്റ്റർ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇതും നമുക്ക് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും നമ്മുടെ കയ്യിലും കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും നമുക്ക് ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. ഇത് നമുക്ക് രാത്രി ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയപ്പോൾ 3 ഫേസ് പാക്കിനെ പറ്റി പറഞ്ഞായിരുന്നു. അത് നമുക്ക് കിടക്കുന്ന സമയത്ത്, അതായത് ഉറങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പോ 10 മിനിറ്റ് മുമ്പോ 20 മിനിറ്റ് മുമ്പൊക്കെ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം കഴുകി കളഞ്ഞാൽ മതി. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് നമ്മൾ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കഴുകി കളയേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുൻപേ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ അങ്ങ് വാഷ് ഔട്ടായി പോയിക്കോളും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബ്രൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ്, ഫേസ് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് എല്ലാം ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ല എങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. ഇപ്പോൾ ഇന്ന് ഉപയോഗിച്ചോ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല, ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയായിരിക്കും, 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് റെഗുലറായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഫേസ് പാക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അധികം ചിലവോ, കാസ്റ്റർ ഓയിൽ എന്ന് എനിക്ക് തോന്നുന്നത് 50 ഗ്രാം എന്ന് പറയുന്ന ഒരു 90 രൂപ അങ്ങനെ എന്തൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് പാക്ക് ഒരു 2-3 മാസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പല രീതിയിൽ പല തരത്തിലൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് പല സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കാസ്റ്റർ ഓയിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്ന് ലഭിക്കും. അതുപോലെ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്, വേറെ നമ്മുടെ കെമിക്കൽ അടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ നല്ലൊരു റിസൾട്ട് നമുക്കിതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കുറച്ച് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനിയും ആ സപ്പോർട്ട് മുന്നോട്ട് വേണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ ബൈ.